Welcome to Sem.3 Complementary Electronics for BSc Main Physics students. Complementary Electronics. And today we see crystal oscillator from Unit 7 Sinusoidal Oscillators. And this is class number E26 Crystal Oscillator. Crystal Oscillator for Sem.3 Complementary Electronics. Crystal Oscillator or Crystal Controlled Oscillator. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് Sem.3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിലെ ഒരു ചെറിയ പാർട്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയും. ക്രിസ്റ്റൽ കൺട്രോൾഡ് ഓസിലേറ്റർ. ആൻഡ് ദിസ് ഈസ് ക്ലാസ് നമ്പർ E26. What is a crystal controlled oscillator? Whenever an oscillator is under continuous operation, its frequency stability gets affected. There occur changes in its frequency. The main factors that affect the frequency of an oscillator are: whenever an oscillator is under continuous operation, its frequency frequently gets affected. There occur changes in its frequency. The main factors that affect the frequency of an oscillator are: ഒരു ഓസിലേറ്റർ നമ്മൾ ദീർഘനേരം പ്രവർത്തിപ്പിക്കുമ്പോൾ ദീർഘനേരം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിക്ക് കുഴപ്പമുണ്ടാകും, അത് മാറിപ്പോവും. അപ്പം ഇങ്ങനെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി മാറിയാൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. അതിന് കാരണം ഇനി പറയുന്നതാണ്. പവർ സപ്ലൈ വേരിയേഷൻ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യാം. ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ വലിയൊരു ഫാക്ടറാണ് ട്രാൻസിസ്റ്ററിൻ്റെ പെർഫോമൻസിന്. അതുപോലെ ചേഞ്ചസ് ഇൻ ലോഡ് ഓർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് മാറ്റമുണ്ടായാലും ഫ്രീക്വൻസി മാറും. In R and LC oscillators, the values of resistance, capacitance and inductors vary with the temperature and hence the frequency gets affected. In order to avoid this problem, the piezoelectric crystals are being used in oscillators. In RC and LC oscillators, the values of resistance, capacitance and inductance vary with the temperature and hence the frequency gets affected. In order to avoid this problem, the piezoelectric crystals are being used in oscillators. RC ഓസിലേറ്ററും LC ഓസിലേറ്ററിലും കപ്പാസിറ്റി, ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസൊക്കെ മാറും. ടെമ്പറേച്ചർ മാറിയാൽ ഇത് ഫ്രീക്വൻസിയെ ബാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ക്രിസ്റ്റൽ ഉപയോഗിക്കും. ചില ക്രിസ്റ്റൽ കാണിക്കുന്ന പീസോ ഇലക്ട്രിക് എഫക്റ്റാണ്. എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്? അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടി വരും. പീസോ ഇലക്ട്രിക് എഫക്റ്റ്. The use of piezoelectric crystals in parallel resonance circuits provide high frequency stability in oscillators. Such oscillators are called crystal oscillators. അപ്പോൾ ക്രിസ്റ്റലുകളുടെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എംപ്ലോയ് ചെയ്തുകൊണ്ടുള്ള ഓസിലേറ്ററുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ക്രിസ്റ്റലുകളുടെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ അത്തരം ഓസിലേറ്ററിനെ ക്രിസ്റ്റൽ കൺട്രോൾഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ സിംപിളി ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയും. Crystal oscillators. The principle of crystal oscillators depends upon piezoelectric effect. The natural shape of a crystal is hexagonal. When a crystal wafer is cut perpendicular to x-axis, it is called x-cut, and when it is cut along y-axis, it is called y-cut crystal. ഇപ്പോൾ piezoelectric crystal തന്നെ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാം. x-cut ക്രിസ്റ്റലുണ്ട്, y-cut ക്രിസ്റ്റലുണ്ട്. അപ്പോൾ സൂട്ടബിൾ കട്ട് ക്രിസ്റ്റൽ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ദ ക്രിസ്റ്റൽ യൂസ്ഡ് ഇൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ എക്സിബിറ്റ്സ് ദ പ്രോപ്പർട്ടി കോൾഡ് പീസോഇലക്ട്രിക് പ്രോപ്പർട്ടി. സോ ലെറ്റ് us ഹാവ് ആൻ ഐഡിയ ഓഫ് പീസോഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ക്രിസ്റ്റലുകളുടെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ എംപ്ലോയ് ചെയ്യുക. അതുകൊണ്ട് ഈ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. പീസോ ഇലക്ട്രിക് എഫക്റ്റ്. The crystals exhibit the property that when mechanical stress is applied across one of the faces of a crystal, x-cut or y-cut crystal, a potential difference is developed across the opposite face of the crystal. ഒരു ക്രിസ്റ്റൽ എടുത്ത് നമ്മൾ അതിൻ്റെ എതിർവശങ്ങളിൽ നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യും, ഓപ്പോസിറ്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലിനെ പിടിച്ച് ഇങ്ങനെ അമർത്തുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ചാർജസ് ആ ഇന്റർവെൽ ക്രിയേറ്റ് ചെയ്യും. ദ ക്രിസ്റ്റൽ എക്സിബിറ്റ്സ് ദ പ്രോപ്പർട്ടി ദാറ്റ് വെൻ എ മെക്കാനിക്കൽ സ്ട്രെസ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് across one of the faces of the crystal, one of the opposite faces of the crystal, a potential difference is developed
across the opposite phase of crystal. ഇപ്പോൾ ക്രിസ്റ്റൽ പിടിച്ച് അമർത്തണം, ആ സ്ട്രെസ് കൊടുക്കണം, അപ്പോഴാണ് ഓപ്പോസിറ്റ് ഫേസസിൽ നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ചാർജസ്. ഇതിന് കോൺവേഴ്സ് എഫക്റ്റാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. ഇതിന് കോൺവേഴ്സ് ഉണ്ട്. ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫേസിൽ നമ്മൾ ഒരു എ സി കൊടുക്കുകയാണെങ്കിൽ, പൊളാരിറ്റി ചെയ്യുന്ന എ സി കൊടുക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും, വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. Conversely, when a potential difference is applied, AC is applied, when a potential difference is applied across one of the phases, across opposite phases, one of the എന്ന് പറയുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് ഫേസ് ഇതാണ് ശരി. കാരണം പൊട്ടൻഷ്യൽ ആകുമ്പോൾ പ്ലസും മൈനസും അല്ലെങ്കിൽ മൈനസും പ്ലസും മാറി മാറിയാണ് വരുന്നത്. അപ്പോൾ 2 ഫേസ് വേണം. അപ്പോൾ അക്രോസ് ഓപ്പോസിറ്റ് ഫേസ് കൊടുത്താൽ മതി. വൺ ഓഫ് വേണ്ട, ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മെക്കാനിക്കൽ സ്ട്രെസ് ഇസ് പ്രൊഡ്യൂസ്ഡ് along the other perpendicular faces. അപ്പോൾ ക്രിസ്റ്റൽ എടുത്തിട്ട് ഓപ്പോസിറ്റായിട്ടുള്ള 2 ഫേസുകളിൽ നമ്മൾ ഒരു പൊളാരിറ്റി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യും. അത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യും. കോൺവേഴ്സിൽ പിന്നെ പൊട്ടൻഷ്യലി സപ്ലൈഡ് ചാർജ് കൊടുത്താൽ ഈ സപ്ലൈ across opposite faces a mechanical stress is produced along the other faces. ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് കോൺവേഴ്സ് ഓഫ് പീസോഇലക്ട്രിക് എഫക്റ്റ്. കോൺവേഴ്സ് ആദ്യം പറഞ്ഞ പീസോഇലക്ട്രിക് എഫക്റ്റ് അതിന് കോൺവേഴ്സാണ്. പ്രസ് ചെയ്താൽ ചാർജ് ഉണ്ടാകുന്നതിന് പീസോഇലക്ട്രിക് എഫക്റ്റ്, ചാർജ് കൊടുത്താൽ ഈ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കോൺവേഴ്സ് എന്ന് പറയും. ഈ കോൺവേഴ്സാണ് ഉപയോഗിക്കുന്നത്. Certain crystal materials like Rochelle salt, quartz and tourmaline exhibit piezoelectric effect. പീസോഇലക്ട്രിക് ക്രിസ്റ്റൽസിൻ്റെ എക്സാമ്പിളാണ് റോഷലെ സോൾട്ട്, കോട്സ്, ടൂർമാലിൻ മുതലായ ക്രിസ്റ്റൽസ്. ആൻഡ് സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽസ്. കോട്സ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് റെഡിലി അവൈലബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഈ പറഞ്ഞ ക്രിസ്റ്റലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏറ്റവും മെച്ചമായിട്ടുള്ളത് കോട്സാണ്. കാരണം കോട്സ് നല്ല ഒരു പീസോഇലക്ട്രിക് ക്രിസ്റ്റലാണ്. അതിൻ്റെ കാരണം അത് ഇൻഎക്സ്പെൻസീവ്, ചിലവ് കുറവാണ്, റെഡിലി അവൈലബിൾ, നമുക്ക് വാങ്ങാൻ ഒരു പ്രയാസവുമില്ല, ലഭ്യമാണത്. When a piezoelectric crystal is subjected to proper alternating potential, it vibrates mechanically. The amplitude of mechanical vibrations becomes maximum when the frequency of alternating voltage is equal to the natural frequency of the crystal. അപ്പോൾ ക്രിസ്റ്റലിന് കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന എ സി, ക്രിസ്റ്റലിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, അതിന് തുല്യമായിട്ട് വരികയാണെങ്കിൽ ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ക്രിസ്റ്റലിന് നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന എ സിയുടെ ഫ്രീക്വൻസിയും തുല്യമാക്കുകയാണെങ്കിൽ അതിനെ റിസൊണൻസ് എന്ന് പറയും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും, ഓസിലേഷൻ ഉണ്ടാകും. വർക്കിംഗ് ഓഫ് എ ക്വാർട്സ് ക്രിസ്റ്റൽ. എന്താണ് ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വർക്കിംഗ്? ഇൻ ഓർഡർ ടു മേക്ക് എ ക്രിസ്റ്റൽ വർക്ക് in an electronic circuit, the crystal is placed between 2 metal plates in the form of a capacitor. ഒരു കപ്പാസിറ്റർ രൂപത്തിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. പടം നോക്കിയാൽ കാണാം. Quartz is the mostly used type of crystal because of its availability, repetition ആണ്, and strong nature, വളരെ റോബസ്റ്റ് ആണത്. While being inexpensive, ചിലവ് കുറവ്, റോബസ്റ്റ്, ഈട് നിൽക്കുന്നതാണ്, അതിൻ്റെ ലഭ്യതയും കൂടുതലാണ്. The AC voltage is supplied in parallel to the crystal. The circuit arrangement of a quartz crystal will be as shown below. ഇതാണ് എൻ്റെ അറേഞ്ച്മെൻറ്റ്. എ സി കൊടുക്കുന്നു, ക്രിസ്റ്റൽ വെച്ചിരിക്കുന്ന 2 മെറ്റാലിക് പ്ലേറ്റ് ഇടയ്ക്കാണ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ വരും, അതിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും ക്രിസ്റ്റൽ, അത് വേവ്സ് ഉണ്ടാകും. If an AC voltage is applied, the crystal starts vibrating at the frequency of the applied voltage. However, if the frequency of the applied voltage is made equal to the natural frequency of the crystal, resonance takes place, or crystal vibrations reach a maximum value. This natural frequency is almost constant. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അത് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ നല്ല ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അടുത്ത ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് എ ക്രിസ്റ്റൽ. എന്താണ് ക്രിസ്റ്റലിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്? If we try to represent the crystal with an equivalent circuit, we have to consider 2 cases. That is when it vibrates and when it doesn't. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് 2 തരത്തിൽ കാണണം.
The figures below represent the symbol and the electrical equivalent circuit of a crystal respectively. അപ്പോൾ ഇനിയുള്ള പടത്തിൽ നമുക്ക് അതിൻ്റെ സിമ്പലും ഇലക്ട്രിക്കൽ ഇക്വലൻ്റാണ്. ആദ്യം കാണുന്ന പടം ക്രിസ്റ്റൽ, രണ്ടാമത്തെ പടത്തിൽ ഒരു സീരീസ് എൽസിആർ സർക്യൂട്ട്, അതുമായിട്ട് ഒരു പാരലൽ കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ട്. ഒരു സീരീസ് എൽസിആർ എലോങ് വിത്ത് പാരലൽ കപ്പാസിറ്റി. അത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഇതാണ് ക്രിസ്റ്റലിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്. ക്രിസ്റ്റലിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് സി എം എന്നാണ്. ഇപ്പുറത്ത് സി, അപ്പുറത്തൊരു സി എം, symbol of a crystal and also its electrical equivalent circuit. The above equivalent circuit consists of an RLC അല്ലെങ്കിൽ LCR circuit in parallel with the capacitor CM. When the crystal mounted across AC source is not vibrating, it is equivalent to the capacitor CM. Vibration അല്ലെങ്കിൽ അത് CM തുല്യമാണ്. When the crystal vibrates, it acts like a tuned RLC circuit. ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ട്യൂൺഡ് RLC അല്ലെങ്കിൽ LCR CLR സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ ഇതിന് വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. അത് ഗ്രാഫിക്കലായിട്ട് കാണിക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ്. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ crystal is shown in the figure below. The graph shows the reactance X or XC versus frequency F. It is evident that the crystal has two closely spaced resonant frequency. രണ്ട് റെസൊണൻ്റ് ഫ്രീക്വൻസി ഉണ്ടെന്ന് ഈ ക്രിസ്റ്റലിന് ഉണ്ടെന്ന് നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നമുക്ക് രണ്ട് ഫ്രീക്വൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യൊരു ഫ്രീക്വൻസി FS, രണ്ടാമത്തൊരു ഫ്രീക്വൻസി FP, FS. ഇങ്ങനെ രണ്ട് ഫ്രീക്വൻസി കാണിച്ചിരിക്കുകയാണ്. എക്സ് ആക്സിൽ ഫ്രീക്വൻസി, വൈ ആക്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ്. മുകളിൽ XL, താഴെ XC കപ്പാസിറ്റി. ഇപ്പോൾ രണ്ട് ഫ്രീക്വൻസിയുടെ വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആ രണ്ട് ഫ്രീക്വൻസി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡോട്ടഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഈ റെസ്പോൺസ് വരയ്ക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ക്രിസ്റ്റൽ, ഓർ യു ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് ക്രിസ്റ്റൽ, അങ്ങനെ ചോദിക്കാറുണ്ട്. ദ ഫസ്റ്റ് വൺ, അപ്പോൾ രണ്ട് കർവ്, ഒരു FS, പിന്നെ രണ്ടാമത്തെ FP ഉണ്ടല്ലോ, അതെന്താണെന്ന് പറയുക. ദ ഫസ്റ്റ് വൺ ഈസ് ദി സീരീസ് റെസൊണൻ്റ് ഫ്രീക്വൻസി FS, വിച്ച് ഒക്കേഴ്സ് വെൻ റിയാക്ടൻസ് ഓഫ് ദി ഇൻഡക്ടർ സെൽ ഈസ് ഈക്വൽ ടു ദി റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റർ C. അപ്പോൾ XLും XCയും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തുല്യമാകുമ്പോൾ കിട്ടുന്ന ആ ഫ്രീക്വൻസിയാണ് FS. അത് റെസൊണൻ്റ് ഫ്രീക്വൻസിയാണ്. ഇൻ ദാറ്റ് കേസ് the impedance of the equivalent circuit is equal to the resistance. അത്തരം കേസിൽ ഇംപെഡൻസ് R ആയിട്ട് മാറും. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇസ് ഗിവൺ ബൈ ദി റിലേഷൻ F or FS 1/2π√LC. അതായിരിക്കും ഫ്രീക്വൻസി. FS എന്ന മുകളിൽ കാണുന്ന ഫ്രീക്വൻസി എഴുതാം. ഇനി അടുത്തത്, ദ സെക്കൻഡ് വൺ ഈസ് ദി പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി FP, which occurs when the reactance of RLC branch is equal to the reactance of the capacitor CM. At this frequency, the crystal offers a very high impedance to the external circuit, and the frequency of oscillation is given by the relation. The second one is the parallel frequency, which occurs when the reactance of RLC branch is equal to reactance സീമന് തുല്യമാകുമ്പോഴാണ്. അത്തരം കേസിലെ ഫ്രീക്വൻസി പാരലൽ ഫ്രീക്വൻസി FP 1/2π√LCT. L ഇൻഡക്ടറിൻ്റെ CT എന്താണ്? CT ആ കോമ്പിനേഷൻ വാല്യൂ. CT is equal to CCM/C+CM. അങ്ങനെ കണ്ടുപിടിക്കണം. രണ്ട് കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷൻ വാല്യൂ ആണ്. CM/C+CM. The value of CM is usually very large as compared to C. Therefore, the value of CT is approximately equal to C, and hence the series resonant frequency is approximately equal to the parallel resonant frequency. രണ്ട് ഫ്രീക്വൻസിയും ആൽമോസ്റ്റ് തുല്യമാണ്. കാരണം CT വളരെ വലുതായതുകൊണ്ടാണ്.
ഇനിയാണ് ഇത് ക്രിസ്റ്റൽ ഓസിലേറ്റർ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. നമുക്കൊരു സെൻറ്റൻസ് വായിച്ചിട്ട് വരാം. ക്രിസ്റ്റൽ ഓസിലേറ്റർ സർക്യൂട്ട്. A crystal oscillator circuit can be considered in a number of ways, like a crystal controlled tuned collector oscillator, a Colpitts crystal oscillator, or a clap CLAPP എന്ന് വേണം, clap crystal oscillator. അപ്പോൾ ഏത് തരത്തിലും ക്രിസ്റ്റൽ കൺട്രോൾ ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, കോൾപിറ്റ്സ് മോഡലൊക്കെ വരക്കാം. ബട്ട് ദി ട്രാൻസിസ്റ്റർ പിയേഴ്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ crystal oscillator is the most commonly used one. Crystal controlled. This is circuit which is normally referred to as crystal oscillator circuit. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് ഇനി പറയുന്നത്. The following diagram shows the arrangement of a transistor PH crystal oscillator or simply crystal oscillator. അപ്പോൾ നോക്കി, ഇവിടെ നമുക്കൊരു RFC ഉണ്ട്. സാധാരണ ഹാർട്ടിലെ കോൾപിറ്റ്സിൽ കാണുന്ന RFC, പിന്നെ R1 R2 RA CE VCC അതെല്ലാം ബയസിങ് കമ്പോണൻസ് ആണ്. ബേസിലേക്ക് നമ്മൾ നേരിട്ട് കണക്ഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ ക്രിസ്റ്റലും കപ്പാസിറ്റി സിയും കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് എടുക്കാവുന്നത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇൻ ദി സർക്യൂട്ട് ദ ക്രിസ്റ്റൽ ഈസ് കണക്റ്റഡ് ആസ് എ സീരീസ് എലമെൻറ്റ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഫ്രം കളക്റ്റഡ് ടു ദി ബേസ്. The resistors R1, R2, RA and RA provide a voltage divider stabilized DC bias circuit. The capacitor C provides AC bypass of the nth resistor, and RFC radio frequency choke coil provides for DC bias, while decoupling and isolating any AC signal on the power lines from affecting the output signal. The coupling capacitor C has negligible impedance at the circuit operating frequency, but it blocks any DC between collector and base. The circular frequency of oscillation is set by the series resonant frequency. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ സീരീസ് റെസൊണൻ്റ് ഫ്രീക്വൻസിയാണ് ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സീരീസ് റെസൊണൻ്റ് ഫ്രീക്വൻസി ക്രിസ്റ്റൽ ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ഗിവൺ ബൈ ദ റിലേഷൻ FS ഓർ F, ഔട്ട്പുട്ട് ഫ്രീക്വൻസി 1/2π√LC നമ്മുടെ FS ആണ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ സപ്ലൈ വോൾട്ടേജ്, ട്രാൻസിസ്റ്റർ ഡിവൈസ് പാരാമീറ്റേഴ്സ് എക്സെട്ര ഹാവ് നോ എഫക്റ്റ് ഓൺ ദി സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി വിച്ച് ഈസ് ഹെൽഡ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ ക്രിസ്റ്റൽ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ പാരാമീറ്റർ മാറിയാലും ഇവിടെ ഓസിലേഷൻ ക്രിസ്റ്റലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫ്രീക്വൻസിക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. സ്റ്റെബിലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്, ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ മെയിൻ പോയിന്റ്, ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആർ ദി ഫോളോസ്. ദേ ഹാവ് ഹൈ ഓർഡർ ഓഫ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, നല്ല ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ട്. ദ ക്വാളിറ്റി ഫാക്ടർ Q ഓഫ് ദി ക്രിസ്റ്റൽ ഈസ് വെരി ഹൈ. ക്വാളിറ്റി ഫാക്ടർ എന്ന ടേമുണ്ട്, L⍵/R, അത് കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജസ്, the disadvantages of crystal oscillator are they are fragile and can be used in low power circuits. അവ വളരെ മൃദുലമാണ്, കട്ടി കുറവ്, റോബസ്റ്റ് അല്ല. അതുകൊണ്ട് ലോ ഫ്രീക്വൻസി പവറിലാണ് ഉപയോഗിക്കുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് കനോട്ട് ബി ചേഞ്ച് അപ്രീഷ്യബിളി. ഫ്രീക്വൻസി മാറ്റാൻ പറ്റത്തില്ല, കാരണം നല്ല ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ള സാധനമാണ്. കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യും ഏറെ നേരം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ 2-3 ഷോർട്ട് ആൻസറും ആ ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഒരു എസ്സേയുടെ ചോദിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വിത്ത് നെസസറി ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ എ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഷോർട്ട് ആൻസേഴ്സ്: ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. നമ്പർ 2, ഗീവ് ദി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ക്രിസ്റ്റൽ. വാട്ട് ഈസ് പീസോഇലക്ട്രിക് എഫക്റ്റ്? അതിന് കൂടെ കോൺവേഴ്സും ചോദിക്കാവുന്നതാണ്. കോൺവേഴ്സ്: ഡ്രോ ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ഇതാണ് ഡയഗ്രാം. അപ്പോൾ പീസോഇലക്ട്രിക് എഫക്റ്റ് മനസ്സിലായല്ലോ. ഒരു ക്രിസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ നമ്മളൊരു സ്ട്രെസ് കൊടുത്താൽ മറ്റ് പെർപെൻഡിക്കുലറായിട്ടുള്ള ഓപ്പോസിറ്റ് ഫേസിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യും. അത് പീസോഇലക്ട്രിക് എഫക്റ്റ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഫേസിൽ ചാർജ് AC കൊടുത്താൽ അതിന് പെർപെൻഡിക്കുലർ ഫേസിൽ സ്ട്രെസ് ഉണ്ടാകും, അത് വൈബ്രേറ്റ് ചെയ്യും. ഈ കോൺവേഴ്സാണ്. കോൺവേഴ്സ് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്റ്റാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുക.
That is all with your 26th lecture. With this, the chapter 28 is over. We pass on to chapter 29. Thank you very much.